6-7 മക്കളുള്ള വലിയ കുടുംബമാണ്, അപ്പനും അമ്മയൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുക കുടുംബത്തിൽ ഒരു വലിയ വിഷമം എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മെൻ്റൽ രോഗികളാണ്. മാനസിക രോഗം അതിൻ്റെ മാക്സിമത്തിലാണ്. ആ ഒരാളുടെ മാത്രം വിവാഹമൊക്കെ നടന്ന് ബാക്കി ആരുടെയും നടന്നൊന്നുമില്ല. അപ്പം അങ്ങനെ തകർന്നരിപ്പണമായൊരു കുടുംബം. അപ്പോൾ അവരുടെ ചില സ്നേഹിതരാണ് ഈ പ്രശ്നങ്ങളായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഒത്തിരി വർഷം, ഒരു 10-15 വർഷം മുമ്പുള്ള കാര്യം, 15 വർഷമെങ്കിലും മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ കേരളത്തിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സഹോദരി, അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ ഒരു ശുശ്രൂഷാ മേഖലയിലേക്ക് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയത്തിൽ സഹായിക്കുന്ന ഒരു മകളും കൂടെയായിരുന്നു. അപ്പോൾ ആ മകൾ ഈ വീടിൻ്റെ ഈ വിഷമം കേട്ടിട്ട്, ആ വീട്ടിലെ വിഷമമില്ല അവസ്ഥ കണ്ടപ്പം, പക്ഷേ റിച്ച് ഫാമിലി, ഈ മാനസിക പ്രശ്നമുള്ള കുടുംബത്തിലുള്ള മുഴുവൻ നല്ല സമ്പന്ന കുടുംബം. അപ്പോൾ അവിടുത്തെ ഇളയ മകനെ കല്യാണം കഴിച്ച്, ഇളയ മകനെ ഭർത്താവായി സ്വീകരിച്ച് ആ വീട്ടിലുള്ള രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഈ മകളിങ്ങനെ ആഗ്രഹിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ ചില സ്നേഹിതർക്കും ബന്ധുക്കൾക്കെല്ലാം ഭയങ്കര താല്പര്യമായി. അപ്പോൾ ഈ വിഷയമായിട്ട് എൻ്റെ അടുത്ത് ഇവർ വരിക. അപ്പോൾ അന്ന് ഈ മകളെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം എനിക്ക് അറിയാവുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ വെച്ചാൽ ഈ മകളുടെ ഇങ്ങനെ ആളെ വിവാഹം ആയ വീട്ടിലെ ഇളയ ആൾ, അപ്പോൾ ഞാൻ പറഞ്ഞു അത് വലിയ മനസ്സ് രോഗിയാണ്, വലിയ രോഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കത്തില്ല, കാരണം വിവാഹം അങ്ങനെ നടത്തേണ്ടതല്ലല്ലോ, അതിന് പല ഉത്തരവാദിത്വങ്ങളുണ്ട്, അതുകൊണ്ട് നടത്താൻ പറ്റില്ല, എനിക്ക് അനുവദിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ പള്ളിയിൽ വികാരിച്ചുകൊണ്ടായി പറയാൻ പറയും. അപ്പോൾ അവർ വികാരിച്ചിൻ്റെ അടുത്ത് എന്നിട്ട് കാര്യം പറഞ്ഞു. വികാരിച്ചും പറഞ്ഞു അനുവദിക്കാൻ പറ്റത്തില്ല, കാരണം ആ വീട്ടിൽ വിഷമഘട്ടങ്ങളിൽ പോകുന്ന അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, വിവാഹത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അത് പൂർണ്ണമായിട്ടും പാലിക്കേണ്ടത്. അപ്പോൾ ഇവള് വീണ്ടും ഒരു പ്രത്യേക ഒരു അപേക്ഷയൊക്കെ വെച്ചുകൊണ്ട് അവിടുത്തെ മെത്രാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ സഭ ഇവളുടെ നിർബന്ധം കണ്ടുകൊണ്ട് അവരെ വീട്ടുകാരെല്ലാം കൊണ്ട് ഒരു കല്യാണം നടത്തിച്ചു. അപ്പം അന്ന് ഈ കല്യാണം നടന്നിട്ട് ഒരു മാസം കഴിയുന്നില്ല, അവരുടെ വീട്ടുകാരെന്നെ ഒരു ദിവസം വിളിച്ചു, അച്ഛൻ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എന്താണോ അത്, ഈ മകൾ കല്യാണം സ്വീകരിച്ച് ഇവിടുത്തെ ഇളയാളുടെ ഭാര്യയായിട്ട് വീട്ടിലോട്ട് വന്നു. പക്ഷേ വന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല, അവൾക്ക് ശരീരത്തിൽ രോഗം പിടിവിട്ടു, വേദന, ആശുപത്രി ചെന്നപ്പോൾ സന്ധിവാതമാണ്, പെട്ടെന്ന് ആൾ ശുഷ്കിച്ചു, ആൾ തളർന്ന് കിടക്കുകയാണ്. പക്ഷേ ഈ വീട്ടിൽ എന്തോ ഒരു വിഷമമുണ്ട്, അച്ഛനൊന്ന് വന്നൊന്ന് വെഞ്ചരിക്കുക, പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിഹാരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞ് അനുവാദമൊക്കെ തരാമെന്നുണ്ടെങ്കിൽ ആലോചിക്കാം. അപ്പോൾ ഇത് 10-15 വർഷം മുമ്പോട്ടാണ്. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, കാരണം ഒരു കുടുംബം മുഴുവൻ രോഗികൾ, വീട് മുഴുവൻ രോഗം. അപ്പം അവിടേക്കൊരു സഹായഹസ്തം കൊടുക്കാൻ വേണ്ടി ചെന്ന ആൾക്ക് അസ്വസ്ഥം. പലപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ എല്ലാ തരത്തിലുള്ള, ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലും ഒത്തിരി ശ്രദ്ധയിലും വേണം. അതൊരു കൃപയുടെ ഗണം. അവരൊരു സഹനത്തിൻ്റെ വഴിയിൽ പോകുന്നവരാണ്, അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രസലോഷം. അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത്, അപ്പോൾ ഞാൻ അവസാനം ഞാൻ അവിടെ വെഞ്ചരിക്കാനായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ വീട് മുഴുവനും ആസ്വദിച്ച് അപ്പോൾ ഈ സങ്കടം തോന്നി, വീട്ടിലെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ, സങ്കടം തോന്നി. അപ്പോൾ ഈ മകള് ഞാൻ 2 മാസം, ഞാനവിടെ ചെല്ലുന്നതിന് 1-2 മാസം മുമ്പായി ഈ ആളിനെ കാണുക. അന്നത്തെ ആളുടെ ഷെയ്പ്പേ അല്ല ഈ കൊച്ച്, വേറെ വളരെ ചാറായിട്ട് വല്ലാത്ത മെല്ലിച്ച് വല്ലാതിരിക്കുന്നു. അപ്പോൾ ഇവർക്കുണ്ടെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥന നടത്തി. അപ്പോൾ വെഞ്ചരിച്ചിട്ട് അവസാനം ഞാൻ ഈ വെഞ്ചരിപ്പ് തുടങ്ങുന്നത്, അപ്പോൾ അവിടെ ബൈബിളും തിരികളൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ ഈശോയുടെ മാതാവിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ട്, പഴയ ചില രൂപങ്ങളൊക്കെ ഈ ഗ്ലാസ്സിനകത്ത് വെച്ചിരിക്കുന്ന രൂപം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എനിക്ക്, ഈ മുന്നിലിരിക്കുന്ന 2 രൂപങ്ങൾ അതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഞാൻ അവരോട് ചെയ്തു, ഞാനൊന്ന് തുറന്നോട്ടെ. അതിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസും പ്ലാസ്റ്റിക്കും കൂടെ ഒരുമിച്ച് വരും. അപ്പോൾ അതിങ്ങനെ ഇളക്കിയെടുക്കണം. വെച്ചാൽ ഞാനിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അതിനകത്ത് കുറേ മന്ത്രത്തകിടും, മനുഷ്യൻ്റെ ആണോ മൃഗത്തിൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടെ അസ്ഥികളും ഒക്കെ ഇങ്ങനെ തിരിപ്പുണ്ട്. പ്രസലോഷം. അപ്പം ഞാൻ ചോദിച്ചു, ആര് തന്നത് നിങ്ങൾക്കിത്? പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ഒരു സ്നേഹിതർ ബന്ധുക്കൾ സമാനമായിട്ട്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാൽ അവരോട് പ്രതികാരം ചെയ്യാനോ പോയേക്കരുത്, പ്രതികാരം ചെയ്താൽ നമുക്ക് അടി കിട്ടുള്ളൂ, ചെയ്തേക്ക് അവരെ അറിവില്ലായ്മ ദൈവം ക്ഷമിക്കട്ടെ. അപ്പോൾ ഞാൻ ഉടനെ ഇത് എടുത്ത്, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ ഒരു പുഴയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേരെ.
അപ്പോൾ ഇതേ സമയം അപ്പുറത്തൊരു മാതാവിൻ്റെ രൂപമുണ്ട്, അതിൻ്റെയും പുറകോശം ഇത് തന്നെ. ഇത് ഞാൻ ബന്ധിച്ച് യേശുനാമത്തിൽ ബന്ധിച്ച് വളർത്തി. ഈശോടെ ബന്ധിക്കുന്ന സംഭവം, ഈ സ്പിരിറ്റുകളെ ബന്ധിക്കും. വചനത്തിലുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, അല്ലാതെ സ്വന്തമായൊരു ശുശ്രൂഷ, എൻ്റെ ശുശ്രൂഷ ഒന്നും അല്ലത്, ദൈവവചനത്തിൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ. അതായത് മത്തായിയുടെ സുവിശേഷം 12:28-29, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യമേ അവനെ ബന്ധിക്കാതെ കഴിയുമോ? ബന്ധിച്ചാൽ അവനുള്ളത് മുഴുവൻ കൈവശപ്പെടുത്താൻ പറ്റും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വീണ്ടും വചനത്തിലുണ്ട്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ബന്ധിച്ചുള്ള വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 12:14 പറയും, അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല, അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ മന്ത്രവാദി കൂടോത്രടുത്ത് ഈ പരിപാടിയോട് പോയാൽ അത് ഇരട്ടി ശക്തിയോടെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 40:11-12-13, ഓരോ അഹങ്കാരിയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക, ഓരോ അഹങ്കാരിയും ഒറ്റ നോട്ടത്തിൽ താഴെ ഇറക്കുക, ദുഷ്ടനെ നിൽക്കുന്നിടത്തു നിന്ന് വലിച്ചിടുക, അവരെ പൊടികൊണ്ട് മൂടുക, അവരെ അധോലോകത്തിൽ ബന്ധിക്കുക. അതുകൊണ്ടാണ് പിശാച് ഈശോയോട് പറഞ്ഞത്, ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുത്, പന്തിക്കൂട്ടത്തിലോട്ട്, കാരണം അവിടേക്ക് വിട്ട് ബന്ധിക്കൂ എന്ന് പറയാം. ഈശോ ബന്ധിച്ചാൽ പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് തന്നെ അറിയാം. അങ്ങനൊരു അധികാരത്തിൻ്റെ കൃപയുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 22:22 ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അങ്ങനെയുണ്ട്. ചിലത് ബന്ധിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 20:23 പറയും, ബന്ധിച്ചാൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ട്. ചില പാപങ്ങൾക്ക് ബന്ധിച്ചു വിട്ടേ പിന്നെ ആ പാപം പിന്നെ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ബുദ്ധിയിൽ എല്ലാവരും ബൈബിളും വചനവും ബുദ്ധിയിലെടുത്തെടുത്തു പോകുന്നു. ജ്ഞാനം, അരൂപി, അഭിഷേകം, അതിൻ്റെ ആ വചനത്തിൻ്റെ ജീവനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് പലതരത്തിലുള്ള അറിവ് കൊടുക്കുന്നത്. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കാണാം അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 15-25 മുതൽ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കൊണ്ടോ തുറക്കുന്ന കാണാം. ദൈവത്തിൻ്റെ ആത്മാവ് തടവറയിൽ അവരെ പുറത്തു തുറക്കുക, അടഞ്ഞ വാതിൽ തുറക്കുന്നു, ചങ്ങല അഴിഞ്ഞു പോകുന്നു കാണാൻ പറ്റും. ദൈവത്തിൻ്റെ അരൂപിയുടെ അതിശക്തമായ പ്രവർത്തനത്തിൽ ഈ സംഭവം നടക്കും. ശ്രമണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇത് അന്ന് ഞാൻ ആ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിച്ചിരിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ കൃപയെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് തന്ന കൃപയോട് ബന്ധിച്ചു. ഞാൻ തിരിച്ചു പോന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞില്ല, ബന്ധുക്കൾ എന്നെ വിളിച്ചു, അച്ഛൻ വലിയൊരു മിറക്കളുണ്ട്, അച്ഛൻ നിന്ന് പ്രാർത്ഥിച്ചു പോയെന്ന്. അന്ന് തന്നെ ആ മകൾ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ആ മകളെപ്പോൾ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇത്രയും വർഷമായിട്ടും യാതൊരു കുഴപ്പമില്ലാതെ ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇതൊരു മേഖലയുണ്ട്, രൂപയുടെ ഒരു മേഖലയാണ്. ഈ അബോർഷനുകൾ നടത്തുന്ന കുടുംബങ്ങൾ ശരിക്കും ഡെലിവറൻസ് പ്രയർ കിട്ടണം. വിടുതൽ പ്രാർത്ഥന കിട്ടി. കാരണം അത് ശരിക്കും പാപമാണ്, മാരക പാപമാണ്. അത് ജീവൻ്റെ മേലുള്ള അധികാരം ദൈവത്തിന് മാത്രം. അപ്പം അത് ഡോക്ടറിനോ ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ അപ്പനോ ബന്ധുക്കൾക്കൊന്നും അതിൻ്റെ മേൽ കൊലപാതകമാണത്. ഞാനൊരു കാര്യം ഓർക്കണം. ഞാൻ ഒരിക്കലും ഒരാളെന്നോട് ചോദിക്കുക, അച്ഛാ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് എത്ര വയസ്സ്?
ഒരു ഉദാഹരണം പറയുന്ന കേട്ടോ. അവൻ പറഞ്ഞു എനിക്ക് അച്ഛാ 25. ഞാൻ പറഞ്ഞു നിനക്ക് 25 അല്ലല്ലോ, നിനക്ക് 26 വയസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ അച്ഛാ? ഞാൻ പറഞ്ഞു നീ ജനിച്ചതൊരിക്കലും അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോഴല്ല. പ്രൈസ് ദി ലോർഡ്. നീ ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ, അവിടെയാണ് 10 മാസം, അതൊരു വയസ്സാണ്. അതും കൂടി ഇതിനകത്തോട് ചേർക്കേണ്ടതാണ് നീ. പ്രൈസ് ദി ലോർഡ്. അല്ല, നീ ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ പുറത്തു വന്ന അന്നല്ല 1-ാമത്തെ വയസ്സ് തുടങ്ങുന്നത്. അമ്മയുടെ ഉദരത്തിൽ തന്നെ നിനക്ക് തലയുണ്ട്, കണ്ണുണ്ട്, വായുണ്ട്, കൈകാലുകളുണ്ട്, അസ്തിത്വമുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്, നിനക്ക് സോളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു വയസ്സാണത്. അപ്പൊ ആ കുഞ്ഞിനെ അതിന്റെ 1-ാമത്തെ മാസത്തിലാണ് കൊല്ലുന്നത് എങ്കിൽ അത് കൊലപാതകമല്ല. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊല്ലുന്നതും അമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിനെ കൊല്ലുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ അതിന് മരുന്ന് കൊടുത്തോ ചവിട്ടിത്തൊടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അത് കൊല്ലുമ്പോൾ അവിടെ പാപമാണ്, കൊലപാതകമെന്ന തിന്മയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഗൗരവമേറിയ സംഭവമാണ്, വളരെ ഗൗരവമാണ്. അന്ധകാര ശക്തികൾക്ക് കൂടുതൽ ആ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ സാധ്യത ഏറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സഭ നല്ല കുമ്പസാരം നടത്തണമെന്നും വേല പാപം ചെയ്യരുന്നു, തുടർന്ന് പരിഹാരവും പ്രായശ്ചിത്തം തന്നാൽ കഴിയും വിധം ചെയ്യണം എന്ന് പറയും. അത് അർത്ഥമുണ്ട്. അപ്പം അതൊരു പാപത്തിൻ്റെ പ്രവൃത്തി വരും. അതുകൊണ്ട് ശരിക്കും കൊച്ചിന് 25-26 വയസ്സോളം പ്രായമുണ്ട് കൊച്ചിന്. പ്രസ്തോഷം സർവോടത്തിൽ പറഞ്ഞ യേശുവെ സ്തുതിക്കുന്നു. കൈയടിച്ച് കർത്താവ് പറയാം ഉച്ചത്തിൽ. ആമേ. അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ സ്നേഹിതരായ ചില വൈദികർക്ക് മാത്രം അറിയാവുന്നൊരു രഹസ്യമാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗണിൽ കുറേ വർഷം മുമ്പ് ഞാനൊരു ധ്യാനം നടത്തി. ധ്യാനം നടത്തുന്നതിൻ്റെ തലേദിവസം അവിടുത്തെ വികാരിച്ചനും കൊച്ചച്ഛനും എല്ലാം പറഞ്ഞു, അച്ഛാ നമുക്ക് ഈ ടൗണിൽ കൂടെ ഒന്ന് വെഞ്ചരിച്ചാലോ, നാളെ വലിയ കൺവെൻഷൻ നടക്കാൻ പോവുക. അപ്പം പരിശുദ്ധ കുർബാന കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ അപ്പം അതിലൂടെ ടൗണിൽ കൂടെ മുഴുവൻ പോയി പ്രാർത്ഥിക്കാൻ പോകും. അപ്പോൾ എനിക്കൊരു അത്ഭുതം ഉണ്ടായി. ഞാനിങ്ങനെ ഈശോയോട് കണ്ണടച്ച് പിടിച്ചു. ഞാൻ വണ്ടിക്കകത്ത് കയറി, അവരെല്ലാം പ്രാർത്ഥിച്ചു, ഞാൻ കണ്ണ് ക്ലോസ് ചെയ്തു, ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചെല്ലുമ്പം പെട്ടെന്ന് ഒരു ഞാൻ പറയും, ഇവിടെ എന്നാ സംഭവിച്ചു ഞാൻ ചോദിക്കും. അപ്പോൾ ഉടനെ അവർ പറയും, അച്ഛാ ഇവിടെ ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ഇത്ര പേര് മരിച്ച സ്ഥലമാണ്. ഇതിങ്ങനെ അവിടെ ഞാനിങ്ങനെ പോയി ഏകദേശം ഒരു 10-30 സ്ഥലങ്ങൾ മുഴുവൻ ഇങ്ങനെ ഓരോ ഞാൻ ഇവിടെ എന്നാ സംഭവിച്ചു, ഇവിടെ എനിക്കറിയില്ല, ഞങ്ങൾക്ക് ചിലവ് അറിയാതെ അന്നോ. എന്നിട്ട് അവിടെ ഇങ്ങനെ ഡെലിവറൻസ് പ്രയർ കൊടുത്ത് ഞാനിങ്ങനെ പോകുമായിരുന്നു. പ്രശ്നദോഷം. അപ്പോൾ എന്നോട് ഈശോ പറയാമായിരുന്നു, ഞാനതിനെ പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ കൊണ്ടുപോകല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മൾ പാപം നടക്കുന്ന ചില സ്ഥലം, തിന്മയുടെ മേഖല ബോധപൂർവ്വം അല്ലാതെ പ്രശ്നദോഷം, ബോധപൂർവ്വം വരുമ്പോഴാണ് പാപമാകുന്നത്. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വ ആരാധന, അവിടെ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പ്രശ്നദോഷം അത് വലിയ പ്രശ്നം. അത് ഒരു സ്പിരിറ്റ് ഓഫ് കില്ലിങ്, കൊലപാതകത്തിൻ്റെ ആത്മാവ്. പ്രശ്നം കായേന് പ്രവർത്തിച്ച് വെറുപ്പിൻ്റെ അരൂപി. ആ അരൂപി ഇന്ന് ലോകത്തൊരുപാട് വെറുപ്പ്, കൊല. ഇന്ന് കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ അവർ എന്തെല്ലാം തീരുമാനമെടുത്താലും പിറ്റേ ദിവസം അപകടം കയറി വരും. കാരണം വെച്ചാൽ ഈ സ്പിരിറ്റ് ഇങ്ങനെ ഉള്ളിൽ പ്രവർത്തിക്കുക. അവിടെ ശരിക്കും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലാനും കൂടെയുള്ള വെഞ്ചരിപ്പ് നടത്താനും ചെയ്യണം. ഞാൻ ഈ നാളുകൾ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഈ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഒരു ഇൻ്റർനാഷണൽ മീറ്റിംഗ്, സഭയുടെ ഔദ്യോഗികമായ കാത്തലിക് ചർച്ചിൻ്റെ ഒഫീഷ്യലായ ചില മീറ്റിങ്ങുകളൊക്കെ ഈ നാളുകൾ ഞാൻ പങ്കെടുത്തു. റോമിലും അവിടെ പലയിടങ്ങളിലായിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ പേടിച്ച് മരിച്ചു. ഞാനതിൻ്റെ 1000-1 പോലും സീരിയസ് ആയിട്ട് ഇക്കാര്യം പറയുന്നില്ല. കാരണം ആളുകൾ ഭയങ്കര പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസ്തലോഷ്. പക്ഷെ ഒരു കാര്യം അച്ഛന് പറയാനുണ്ട്, പാപത്തിൻ്റെ വഴികളിലാണ് ഈ സ്പിരിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ല ഈശോ പറയുന്നത് യോഹന്നാൻ 10:9-10, കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമാണ്. കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാൻ. മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഒരു
തിരുവനന്തപുരത്തൊരു കൺവെൻഷൻ നടന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്പിരിറ്റ് പെട്ടെന്നൊരു നല്ല മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ അന്ധകാരം ഇളകിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. ശരിക്കും പൈസാസ്യത അല്ലാതൊരു വേറൊന്നുമല്ല. അപ്പോൾ ആൾ പറയാണ്, ഇപ്പം ഇയാളറിയാൻ പറയാണ്, ഈ ആളുടെ വീടിനെ നോക്കിക്കൊണ്ട് പൈസാസ്യം അത് നിൻ്റെ കുടുംബം മുഴുവനെയും നശിപ്പിച്ചുകൊണ്ട് ഞാൻ പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഒരു വലിയൊരു വിടുതൽ ഈ മനുഷ്യനുണ്ടായി, സൗഖ്യമുണ്ടായി, അന്ധകാരം വിട്ടുപോയി. ഞാൻ ശരിക്കും കാണുന്നത് വ്യക്തമായിട്ട് കാണാം. പ്രാർത്ഥനയ്ക്ക് മുമ്പും പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടിൻ്റെ. അപ്പം അന്ന് ഈ മനുഷ്യനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട് മുഴുവൻ പ്രോബ്ലത്തിലായി. ആരെന്തിന് ഇത് അച്ഛനീ പറയുന്നത് തലന്ന് വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട മേഖലയും അതിന് പ്രൊട്ടക്ഷൻ എടുക്കേണ്ട മേഖലയും. സർവോടത്തെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സർവോടത്തെ പറഞ്ഞ ഹല്ലേലൂയ, സ്തുതിക്കുന്നു. നമുക്കറിയാം വിശ്വസിക ആകെ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ള സ്വർഗസ്ഥനായ പിതാവേ. ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞങ്ങളെ പ്രലോഭനത്തിൽ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അല്ല വേറെ, അത് വ്യക്തമായിട്ട് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സഭയുടെ പ്രാർത്ഥനയുടെ നടുക്ക് നിൽക്കുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയൊക്കെ ജപമാല ചൊല്ലാൻ നമ്മളോട് പറയുമ്പോൾ ആ ജപമാലയുടെ പിന്നിൽ ഏറ്റവും വലിയ രഹസ്യം വെച്ചാൽ ഇത് ചൊല്ലുന്ന മക്കളെ ഈ അന്ധകാര ശക്തികൾ ആക്രമിക്കില്ല. അല്ല ജപമാല പ്രാർത്ഥന, അല്ലെ കരുണയുടെ ജപം, എന്തിനേയും പ്രാർത്ഥന. ഇത് ഈ ഒരു അപകടങ്ങൾ നമ്മൾ പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളുണ്ട്, യാത്രകളുണ്ട്, പല മേഖല, പഠനം, ജോലി, വിവാഹം, കുടുംബം, വൈദിക ജീവിത, വൃത്തിയിലെ സമർപ്പിത ജീവിതം, ഇതൊക്കെ അതാ ലക്ഷ്യത്തിലെത്താതിരിക്കാൻ വേണ്ടിയുള്ള അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. കാത്തോലിക് ചർച്ചിൻ്റെ കാറ്റഗിസം ഓഫ് ദി കാത്തോലിക് ചർച്ചിലെ ഈ വചനം പഠിപ്പിക്കുക, സഭ പഠിപ്പിക്കുക ഞാനങ്ങ് വായിക്കാൻ പോവാണ്. കാറ്റഗിസം ഓഫ്, അല്ലാതെ നമ്മുടെ പ്രബോധനമല്ല ഇത്. പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവന് സൃഷ്ടി മാത്രം. ആരംഭം മുതലേ കൊലപാതകി എന്ന് യേശു വിശേഷിപ്പിക്കുന്നവൻ്റെ അപകടകരമായ സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. പിതാവിൽ യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തവനാണ് അവൻ. ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു. ഫലത്തിൽ പിശാചിൻ്റെ പ്രവർത്തികൾ ഏറ്റവും ഗൗരവമേറിയത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനപൂർണമായ പ്രലോഭനമായിരുന്നു. എങ്കിലും പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രം. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവത്തോടും, ഇനി ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്, ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തിരുസഭയോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. അവൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും, ഓരോ വ്യക്തിക്കും സമൂഹത്തിനും ആത്മീയവും പരോക്ഷവുമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കുന്നതും ആകാം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സപ്പോർട്ട് ഓരോ മനുഷ്യനും സമൂഹത്തിനും അതിന് നേരിട്ടോ അല്ലെങ്കിൽ ആത്മീയമോ ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് 10 കൽപ്പനകള്, 10 വേലിക്കല്ലുകൾ, നമുക്ക് സുരക്ഷിതത്വം 10, നമുക്ക് ദൈവം നമുക്ക് ചുറ്റും വച്ചിരിക്കുന്ന ഒരു ഭിത്തി പോലെ 10 തൂണുകളാണ് ശരിക്കും പറഞ്ഞാൽ 10 ഈ കൽപ്പനകൾ. അത് പാലിക്കണമെന്ന് പറയുമ്പോൾ അത് പാലിക്കാതിരുന്നാൽ ഈ അന്ധകാര ശക്തികളുടെ ആക്രമണം നമുക്ക് കൂടുതലായിട്ടുണ്ടാകും. ഈ കൊലപാതകം, വെറുപ്പൊക്കെ വലിയ കാര്യം. വെറുപ്പിൻ്റെ മനുഷ്യരുള്ള ഈ സ്പിരിറ്റ് ഓഫ് ആങ്കർ എന്ന് വാക്കുണ്ട്, കോപത്തിൻ്റെ ആത്മാവ്. സ്പിരിറ്റ് ഓഫ് ഹെയ്റ്റ്രഡ് എന്ന് പറയും, അത് വെറുപ്പിൻ്റെ. അത് ശരിക്കും അവർക്ക് ഡെലിവറൻസ് പ്രയർ തന്നെ കിട്ടണം. അവരെ നമുക്ക് ഉപദേശിച്ച് അവരുടെ ആ ബന്ധനം അഴിക്കാൻ പറ്റില്ല. അവരുടെ തലയൊക്കെ വെച്ച് ഡെലിവറൻസ് പ്രയർ കൊടുക്കുമ്പോൾ കാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അടയാള ബോധം കൊണ്ടൊക്കെ ചിലപ്പോൾ വീണവർ, ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ച് ഇത് ഹീലിംഗ് ഉണ്ടാകും. പ്രസലോഷം നമ്മളിതെല്ലാം വേറെ രീതിയിലാണ് ഇതിനെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും. പ്രസലോഷം കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരെ 2 കരം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഈ അന്ധകാരം മാറിപ്പോണം. നമ്മളിതിനെ ഇൻവൈറ്റ് ചെയ്യരുത്. ഇൻവോക്ക് അതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ സ്വീകരിക്കരുത്, അതിനെ മാറ്റി വിടണം.